അപ്പൊ ചങ്ങായിമാരെ ഞങ്ങൾക്ക് ഇങ്ങക്ക് കാണിച്ചു തരാനുള്ള എന്താണെന്നറിയോ? പാലക്കാട്ടിൽ നിന്ന് ടോൾ കൊടുക്കാതെ എങ്ങനെ കോയമ്പത്തൂർക്ക് പോകാന്നുള്ള വഴിയാണ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഒരുപാട് ഡ്രൈവർമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള എന്താണെന്നറിയോ? പാലക്കാട്ടിൽ നിന്ന് ടോൾ കൊടുക്കാതെ എങ്ങനെ നമുക്ക് കോയമ്പത്തൂർക്ക് പോകാന്നുള്ള റൂട്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. കണ്ടോളിട്ടാ. അപ്പൊ കഞ്ചിക്കോട് കഴിഞ്ഞാല് ആലാമരം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് റൈറ്റ് സിഗ്നൽ കട്ട് ചെയ്ത് പോവാ. അതെ, പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ആലാമരം എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് ഒരു സിഗ്നൽ ഉണ്ട്, ശരവണ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പൊ ആ ശരവണ ഹോട്ടൽ കഴിഞ്ഞിട്ട് റൈറ്റ്ക്ക് കട്ട് ചെയ്ത് പോയാല് പാലക്കാട്ടിൽ നമ്മൾ കോയമ്പത്തൂർക്ക് പോകുമ്പോൾ ടോള് കട്ട് ചെയ്തിട്ട് എങ്ങനെ പോകാന്നുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് പറയാം. എന്നിട്ട് ഇങ്ങനെ ഈ റോഡ് എന്താ ഈ വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു കമ്പനി ഉണ്ട് എന്നല്ല, ഈ കമ്പനിയുടെ ഇതിലെങ്ങനെ ഇങ്ങനെ പോവാ, ഇങ്ങനെ പോകണ്ടേ. ഈ റൂട്ട് ഇങ്ങനെ നേരെ ഉണ്ടോ, അതിലിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം. കണ്ടോ, നല്ല കാറ്റാടികളുണ്ട്, എല്ലാതും രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു കമ്പനിയൊക്കെ ഉണ്ട്, കിൻഫ്ര. കണ്ടോ, അപ്പോൾ അതിൻ്റെ കാറ്റാടികളൊക്കെ ഇങ്ങനെ അടുത്തിങ്ങനെ നിന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിലിങ്ങനെ പോകുമ്പോൾ അതൊക്കെ ഒരുപാട് സുന്ദരമായ രസമുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്, ലെഫ്റ്റിലേക്ക് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു ചേച്ചി ഇളനീരൊക്കെ വെക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഉള്ള ഈ വഴി അഹല്യ ക്യാമ്പസ് എഴുതിയ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇടത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ പോകണം. ഞങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് കണ്ടോ, നല്ല കാളവണ്ടി. നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടോ, നല്ല രസമുള്ള കാളവണ്ടി. അതെ, നമ്മള് ഇവിടെയാണ് വന്ന് ചാടുക. കണ്ടോ, അപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കോയമ്പത്തൂർ പാലക്കാട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ റോഡ് ഹൈവേയിൽ വന്ന് ചാടുകയാണ്. ഹൈവേയിൽ വന്നിട്ട് ലെഫ്റ്റ് കയറിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ യൂട്ടെടുത്ത് കയറിയിട്ട് ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ കനാൽ പിരിവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് മെയിൻ ഹൈവേയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി റൈറ്റ് കട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഈ കനാൽ പിരിവ് എന്ന് പറഞ്ഞ ഈ സ്റ്റോപ്പിൽ വന്നിട്ട് അവിടുന്ന് തിരിച്ചങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റിക്ക് ആ വഴിക്ക് റോഡുണ്ട്, ആ റോഡിനാണ് തിരിച്ചു പോകേണ്ട ടോൾ. ഇതാണ് കനാൽ പിരിവ്. അപ്പൊ ചെങ്ങായിമാരെ നമ്മൾ പറയല്ലേ കോയമ്പത്തൂർക്ക് ടോൾ കൊടുക്കാതെ എങ്ങനെ വരും പാലക്കാട് നിന്ന് വരുമ്പോൾ, അതാ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് വരുമ്പോൾ കോയമ്പത്തൂർക്ക് ടോൾ കൊടുക്കാതെ വരുന്ന വഴിയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സോണിന്റെ KSIDCയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിന്റെ അവിടെ നിന്ന് ആ റോഡ് ലെഫ്റ്റ് അങ്ങോട്ട് കയറിയാൽ ടോള് കട്ട് ചെയ്തിട്ട് വെയർ ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയാൽ ടോള് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാലക്കാട്ടേക്ക് പോവാം. അപ്പൊ സ്ഥലം മറക്കണ്ട, വട്ടപ്പാറ കഴിഞ്ഞിട്ട് കനാൽ പിരിവ് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് ഇടത്തെ ഭാഗത്തേക്ക് ഒരു 4 കിലോമീറ്റർ പോയാല് നിങ്ങൾക്ക് ടോള് കൊടുക്കാതെ പാലക്കാട്ടേക്ക് എത്താട്ടോ. കഴിഞ്ഞിട്ട് ആലാമരം എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് ഒരു സിഗ്നൽ ഉണ്ട്, ശരവണ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പൊ ആ ശരവണ ഹോട്ടൽ കഴിഞ്ഞിട്ട് റൈറ്റ്ക്ക് കട്ട് ചെയ്ത് പോയാൽ ആ റോഡാണ് കട്ട് ചെയ്ത്.